ദിൽവറിനെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. ആസാമിൽ നിന്ന് വന്ന ദിൽവർ പഠിച്ചത് കേരളത്തിലാണ്, വളർന്നതും കേരളത്തിലാണ്. ദിൽവർ മലയാളം സംസാരിക്കുമല്ലോ അല്ലേ? സംസാരിക്കും. ആസാമീസ് സംസാരിക്കുമോ? സംസാരിക്കും. എങ്ങനെയാണ് ആസാമിൽ ഈ കുട്ടികളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു വാചകത്തിൽ ആസാമീസ് ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ঝাৰখণ্ডৰ পৰা আহা এই ল'ৰাবোৰৰ অৱস্থা বৰ বেয়া লাগিছে দেখি. മലയാളത്തിൽ പറഞ്ഞാൽ ഝാർഖണ്ഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് മാനസികമായ ഒരു വിഷമം തോന്നും. ഇവിടുത്തെ ഏത് ഓർഫനേജിലാണ് പഠിച്ചത്? JDTയിൽ തന്നെയാണോ? ഇല്ല, ഞാൻ മോഡൽ ഓർഫനേജ് എന്ന് പറയുന്ന ആലുവയിലുള്ള ഒരു ഓർഫനേജിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഐവെൽ കാസ്റ്റർ എന്ന കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ. എന്താണ് അന്ന് ആസാമിൽ നിന്ന് വരാനുള്ള കാരണം? 1994 ആസാമിൽ ഒരു വർഗീയ കലാപം നടന്നിരുന്നു, ബോഡോ വർഗീയ കലാപം. അതിലെൻ്റെ ഫാദർ മരിച്ചു. പിന്നെ കേരളത്തിൽ നിന്നുള്ള ഈ റിലീഫ് പ്രവർത്തനങ്ങൾ, അവർ അവിടെ പോയിട്ട് കുറച്ച് കുട്ടികളെ ദത്തെടുത്തു. ശരിക്കും ദത്തെടുത്തിട്ട് ഒരു ഓർഫനേജിൽ TK മുഹമ്മദ് പറയുന്ന ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിൽ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ പാർപ്പിച്ചു. ഓക്കെ, എത്ര സഹോദരങ്ങളുണ്ട് ദിൽവറിന്? എനിക്ക് 6 സഹോദരന്മാരുണ്ട്, 3 പെങ്ങൾ. പഠിച്ചിട്ടുള്ളൂ? ഞാൻ മാത്രമേ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇത്തിരി പ്രായത്തിൽ വലുതായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ അവിടെ കർഷകരായിട്ട്. ദിൽവറിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസമാണോ അവർക്ക് അവിടെ? ആർക്കും ഇല്ല, ദിൽവറിന് മാത്രമേ ഉള്ളൂ. അവരുടെ ജോലി കൃഷിയുമായി ബന്ധപ്പെട്ട ജോലി. ദിൽവറിന് ഇവിടെ വന്നതുകൊണ്ട് ദിൽവർ രക്ഷപ്പെട്ടു എന്ന് ദിൽവറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കേരളത്തിൽ വന്ന് എന്തൊക്കെയായിരുന്നു ദിൽവറിന് അവിടെ ഇല്ലാതെ ഇവിടെ കിട്ടിയ പ്രയോജനങ്ങൾ? അവിടെ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായും ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ. രാവിലെ എഴുന്നേൽക്കുന്നു, മാതാപിതാക്കൾ പക്ഷികളെ പോലെയാണ്. എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, കിടക്കുന്നു. ആ ഒരു കൾച്ചർ മനസ്സിലായി. ഈ അല്ലാതെ വിദ്യാഭ്യാസപരമായ ഒരു ചിന്ത പോലും രക്ഷിതാക്കൾക്ക് പോലും ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഒരു കുട്ടിക്ക് ഒരു സന്തോഷം തോന്നും. നല്ല യൂണിഫോം, നല്ല ഡ്രസ്സ്, ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു മനസ്സിലൊരു തൃപ്തി വരും. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആസാമിലോട്ട് തിരിച്ചു പോയപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ എന്നോടൊപ്പം വന്നു. എൻ്റെ മക്കളെ കൂടി കൊണ്ടുപോയിക്കോ, നീ അവിടെ പോയി സംസാരിക്ക്, ഓർഫനേജിൽ പോയി നിന്ന് പറ. ദിൽവറിനെ ഞങ്ങൾ മനഃപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചു വരുത്തി മനഃപൂർവ്വം പറയിപ്പിച്ച വാചകങ്ങളല്ല, ഇത് ഉള്ളിൽ നിന്ന് വന്ന വാചകങ്ങൾ തന്നെയാണ്. ആസാമിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിനും കിട്ടാത്ത വിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് കിട്ടി. ഭരണഘടനാപരമായി ഇന്ത്യയിൽ എവിടെ നിന്നും എങ്ങോട്ടും സഞ്ചരിക്കാനും താമസിക്കാനും വിദ്യ അഭ്യസിക്കാനും പറ്റുന്ന ഒരു നാടാണ്. എന്നിട്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് പഠിക്കേണ്ടവർ അവിടെ തന്നെ അവരെ പഠിപ്പിക്കുക, അനാഥാലയങ്ങൾ അവിടെ തന്നെ തുടരട്ടെ. ദിൽവർ ആസാമിൽ തുടർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതിനാദ്യം മറുപടി, അതിനുശേഷം ബാക്കി ചോദ്യം.